വാർ ടൈം ലീഡർഷിപ്പ്. നിങ്ങളുടെ ബിസിനസ് ഈസ് ഇൻ ക്രിട്ടിക്കൽ കണ്ടീഷൻ ആൻഡ് ഈസ് ഇൻ ഐസ്. കേരളത്തിൽ ഇരിക്കുന്നവർ വിചാരിക്കും ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ലല്ലോ എന്ന്. നിങ്ങളുടെ എല്ലാ പ്രൊജക്റ്റുകളും നിൽക്കും, നിങ്ങളുടെ എല്ലാ വർക്കുകളും നിർത്തിവെക്കാൻ പറയും. വാർ റൂമിൽ പോയിരുന്ന് ചെയ്യേണ്ട പണിയാണ്. നിങ്ങൾക്ക് ഇതുവരെ ഫ്രീ ആയിട്ട് ക്യാഷ് ഫ്ലോ ഇങ്ങനെ ഒഴുക്കി തന്നുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സ് ഇന്ന് തൊട്ട് ചവിട്ടാൻ തുടങ്ങും. ഈ യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഇറ്റ്സ് ജസ്റ്റ് ഫോർ സർവൈവൽ. ഇതൊരു ടേബിൾ ടോപ്പ് എയർപോർട്ടാണ്. പിന്നിലിരിക്കണം, വാർ റൂമിലിരുന്ന് ചെയ്യേണ്ടത്. അന്ന് രാത്രി 6 മണിക്ക് വന്നിറങ്ങിയ ഫ്ലൈറ്റിന് സംഭവിച്ചത്, ഈ ഫ്ലൈറ്റ് വരുന്നു, ഫ്ലൈറ്റ് വാസ് സപ്പോസ് ടു, പ്രതിസന്ധി ഘട്ടത്തിൽ ഏറ്റവും ആദ്യം എടുക്കേണ്ട ഒരു കമാൻഡർ എടുക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ഇവിടെയാണ് ഇത് ടച്ച് ചെയ്യേണ്ട പോയിന്റ്. നിങ്ങളുടെ എല്ലാം ചെലവ് കൂടും. ഇവിടെ ടച്ച് ചെയ്യുന്നതിന് പകരം എത്ര നാൾ കേരളത്തിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സിനാണ് ഈ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എത്ര നാൾ മുന്നോട്ട് ഓടാനുള്ള റൺവേ നിങ്ങൾ പണിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു സിഇഒ ഒരു കമാൻഡറായി മാറേണ്ട സമയം. വാർ ടൈം ലീഡർഷിപ്പ്. ഈ 4 കാര്യം ഇന്ന് ചെയ്യണം. എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യണം, എങ്ങനെ ഡോമിനേറ്റ് ചെയ്യണം. Think like a commander. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് പ്രവാസി മലയാളികളും ബിസിനസ്സുകാരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തെ മൊത്തത്തിൽ ബിസിനസ്സിൽ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? വാർ ടൈം ലീഡർഷിപ്പ്. വാർ ടൈം ലീഡർഷിപ്പ്. ഒരു സിഇഒ ഒരു കമാൻഡറായി മാറേണ്ട സമയം. വാർ ടൈം ലീഡർഷിപ്പ്. എങ്ങനെ ഈ ഒരു പാനിക് സിറ്റുവേഷനെ ഒരു പവർഫുൾ ടൂളായിട്ട് ട്രാൻസ്ഫോം ചെയ്യാം? ഈ കൺഫ്യൂഷൻ വന്നു നിൽക്കുന്ന സമയത്ത് എങ്ങനെ ക്ലാരിറ്റി കൊണ്ടുവരാം? എങ്ങനെ ഒരു ഓണർ ഒരു കമാൻഡറായി ട്രാൻസ്ഫോം ചെയ്യാം? ഹൗ ടു സർവൈവ്, സ്റ്റെബിലൈസ് ആൻഡ് ഡോമിനേറ്റ് ഡ്യൂറിങ് അൺസർട്ടൻ ടൈംസ്. എങ്ങനെ സർവൈവ് ചെയ്യണം, എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യണം, എങ്ങനെ ഡോമിനേറ്റ് ചെയ്യണം ഡ്യൂറിങ് അൺസർട്ടൻ ടൈംസ്. കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകുന്ന സമയത്ത് അത് സർവൈവ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഏതൊരു ആവറേജ് ബിസിനസ്സുകാരനെ സംബന്ധിച്ചും എളുപ്പമുള്ള കാര്യമാണ്. കാര്യങ്ങളൊക്കെ തനിക്ക് ചുറ്റും എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടക്കുന്നു. വെൻ പീസ് ഈസ് ദെയർ, ഇറ്റ് ഈസ് ഈസി ഫോർ ആൻ ആവറേജ് ബിസിനസ് ഓണർ ടു സർവൈവ്. പക്ഷേ ഒരു യുദ്ധം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ലീഡേഴ്സിന് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റൂ. ആവറേജ് ബിസിനസ്സുകാർക്കൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഓൺലി ലീഡേഴ്സ്. സോ അവിടെ എങ്ങനെ സർവൈവ് ചെയ്യണം, അവിടെ എങ്ങനെ ഡോമിനേറ്റ് ചെയ്യണം. ആർക്കൊക്കെയാണ് ഒരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്യുന്നത്? അൺസർട്ടനിറ്റി എന്താകും, എന്താണ് നടക്കുന്നത് എന്നുള്ള അൺസർട്ടനിറ്റി. യെസ്, ഗുഡ്. ആ ഒരു ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. കാരണം ആ ഭയം സൂചിപ്പിക്കുന്നത് ഇസ് ദാറ്റ് യു കെയർ അബൌട്ട് ദ തിങ്സ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തോട് നിങ്ങൾക്ക് കൂറുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഭയം. പക്ഷെ പാനിക് ആകുക എന്ന് പറയുന്നതും ഫിയർഫുൾ ആകുക എന്ന് പറയുന്നതും രണ്ടും രണ്ട്. ഇപ്പം ഞാൻ ആ ഖത്തറിലുണ്ടായിരുന്ന ദിവസങ്ങളിൽ ഭയങ്കരമായ ഒച്ച കേൾക്കാം, ഭയങ്കര ശബ്ദമൊക്കെ കേൾക്കാം രാത്രിയിലൊക്കെ. ഇത് കാണാൻ ഒരു തവണ പോലും ഞാൻ ആ വിൻഡോയുടെ അടുത്ത് മാറി വെളിയിലോട്ട് നോക്കി നിന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കുന്ന എന്താണ്? ഇതുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഗ്ലാസ് ഡോർസിന്റെയോ വിൻഡോസിന്റെയോ അടുത്ത് നിൽക്കരുത്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താണോ ഈ വാർ ടൈമിൽ നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ, അത് നമ്മൾ എങ്ങനെയാണോ പാലിക്കുന്നത്, അതുപോലെയായിരിക്കും ഏതൊരു സാഹചര്യത്തിലും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അവർ പാലിക്കുന്നത്.
സോ ഈ യുദ്ധമുഖത്തുള്ളവരോട് പറയാനുള്ളത്, ദയവ് ഇത് കാണാനായിട്ട് പുറത്തിറങ്ങി നിൽക്കാതിരിക്കുക, ജനലിന്റെ അടുത്ത് മാറി നിൽക്കാതിരിക്കുക. എന്താണോ നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് അത് നമ്മളും നമുക്ക് ചുറ്റുമുള്ളവരും അത് അതുപോലെ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആദ്യം ആസ് എ ലീഡർ നിങ്ങൾ ആ വലിയ ലീഡറിന്റെ ഫോളോവറായി മാറുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ആ വലിയ ലീഡർ എന്ന് പറയാൻ നമ്മുടെ ഫോണുകളിലേക്ക് വരുന്ന മെസ്സേജുകൾ മാത്രമാണ്. ആ വലിയ ലീഡർ എന്താണോ പറയുന്നത് അതിനെ ഫോളോ ചെയ്യുന്ന ഒരു ഫോളോവർക്ക് മാത്രമേ ഒരു ലീഡറായി മാറാൻ സാധിക്കൂ എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഫോളോ ദ റൂൾസ്. ബിസിനസ്സിലാണെങ്കിലും യു ഷുഡ് ഫോളോ ദ റൂൾസ്. നമ്മൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ ഞാനിത് ഇവിടെ നടക്കുന്ന മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, ഒരു പ്രതിസന്ധി ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു കമാൻഡറായി മാറേണ്ടത്, ആ സമയത്ത് എന്താണ് നമ്മൾ എടുക്കേണ്ട സ്ട്രാറ്റജി, എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ എയർ സ്ട്രൈക്ക് ഉണ്ടാകുന്ന ആ ദിവസം ഉച്ചയ്ക്ക് 12:30-ക്കാണ് ആദ്യത്തെ പൊട്ടീര് നടക്കുന്ന ഖത്തർ ടൈം. ആ സമയം ഖത്തറിൽ ഇറങ്ങി മിനിറ്റുകൾ കഴിഞ്ഞതേ ഉള്ളൂ. മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് അവിടെ ഇതുപോലെ സ്ട്രൈക്കായെന്നും ഇതുപോലെ എയർ റൂട്ടുകളൊക്കെ ക്ലോസ്ഡ് ആണെന്നും മൊത്തത്തിൽ പാനിക്കാണെന്നും ഖത്തറും UAE ഉൾപ്പെടെ അറ്റാക്കിലാണ് എന്നുള്ളതും അറിയുന്നത് അപ്പോഴാണ്. അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട്, അപ്പൊ ഞങ്ങൾ ക്രൗൺ പ്ലാസയിൽ ഓൾറെഡി എത്തി. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിന്റെ കീക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു കൗണ്ടറിലെ റിസപ്ഷനിലെ ലോബിയില. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അവിടെ അന്ന് ഉച്ചയ്ക്ക് 2 മണി തൊട്ട് നമ്മളുടെ ട്രെയിനിങ് സെഷനും വൈകിട്ട് 7 മണിക്ക് 6 മണിക്ക് നമ്മളുടെ ഇഫ്താർ പാർട്ടിയും സംഘടിപ്പിച്ചിരിക്കുന്ന ഹാളുകളൊക്കെ സന്ദർശിക്കുന്നു. ഞങ്ങൾ പോയി അവിടുത്തെ സെറ്റിങ്സ് ഒക്കെ നോക്കുന്നു, അവിടുത്തെ ചെയർ എങ്ങനെ വേണം, സീറ്റിംഗ് എങ്ങനെ അറേഞ്ച് ചെയ്യണം, ഇതൊക്കെ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. ഞാൻ അഖിലിന്റെ അടുത്ത് പറയണം, അഖിലെ ഞാൻ റൂമിലോട്ട് പോയിട്ട് വരാം, അഖില് ബാക്കി സെറ്റ് ചെയ്യൂ. ഓക്കെ സർ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് മെസ്സേജ് വരുന്നത്, ഇങ്ങനെയാണ് നാഷണൽ അലേർട്ട്. ഇൻസ്റ്റന്റ് ആയി തീരുമാനം എടുക്കുന്നു, എന്തായാലും സെഷൻസ് വേണ്ട, ഇഫ്താർ പാർട്ടി വേണ്ട എന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തീരുമാനം എടുക്കുന്നു. സേഫായിട്ട് റൂമിലേക്ക് മാറാനുള്ള തീരുമാനം എടുക്കുന്നു. അതിനുശേഷം ഇന്നലെ വെളുപ്പിനെ 1 മണിക്ക് ഞാനും അഖിലും തിരിച്ച് വീട്ടിൽ ദുബൈയിൽ ഷാർജയിലെ വീട്ടിലേക്ക് എത്തുകയാണ്. ഈ പറഞ്ഞ ശനിയാഴ്ച ഉച്ച മുതൽ ഈ ചൊവ്വാഴ്ച രാവിലെ വരെ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റിയത് അത് അനിൽ ബാലചന്ദ്രൻ എന്ന ബ്രാൻഡ് ആയതുകൊണ്ടല്ല. ദ കിങ് മേക്കർ എന്ന് പറയുന്ന കമ്പനിയുടെ ടേൺ ഓവറോ റവന്യൂവോ പ്രോഫിറ്റോ ഒക്കെ അവിടെ ഇറലവൻ്റ് ആയിരുന്നു. അവിടെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് ക്രൗൺ പ്ലാസ. അവിടെ ഭയങ്കര സെക്യൂരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അല്ലാതുള്ള എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. യാതൊരു രീതിയിലുള്ള അറ്റാക്കും അവിടെ നടക്കില്ല എന്നൊക്കെ അവകാശവാദമുണ്ട്. വോട്ടവർ, എന്തായാലും ഏറ്റവും സേഫസ്റ്റ് എന്ന് തോന്നുന്ന ആ സ്ഥലത്ത് 3 ദിവസം നിൽക്കാൻ പറ്റി. ഒന്നിനും ഒരു കുറവുണ്ടായില്ല. ആൻഡ് താങ്ക്സ് ടു അവർ ഖത്തർ ടീം. ഓക്കെ, ശരിയാണ്, ഖത്തർ ടീമുണ്ട്. സൗദിയിൽ നിന്ന് നമ്മുടെ ഹാരിസിക്കയാണ് മൊത്തം കാര്യങ്ങൾക്ക് ചരട് വലിച്ചത്. താങ്ക് യു അസീസിക്ക, ഇക്ബാലിക്ക, നെയിം, നൌഷാദ്, ഹാരിസിക്ക, താങ്ക് യു സോ മച്ച്. ബട്ട് അവർക്കായിക്കോട്ടെ, എനിക്കായിക്കോട്ടെ, അഖിലിനായിക്കോട്ടെ, ഇവിടെ തിരിച്ചെത്താൻ പറ്റിയത് വേറൊന്നും കൊണ്ടല്ല, ഒരൊറ്റ സാധനം കയ്യിലുള്ളതുകൊണ്ട്. അതാണ് ഓക്സിജൻ. ശ്വാസം എടുക്കാൻ പറ്റുന്നതുകൊണ്ട്, ഓക്സിജൻ അകത്തേക്ക് എടുക്കാൻ പറ്റുന്നത് കൊണ്ടും അത് കൃത്യമായി പുറത്തേക്ക് വിടാൻ പറ്റുന്നത് കൊണ്ടും മാത്രമാണ് ഇവിടെ എത്താൻ പറ്റിയത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഞാൻ ലൈഫിനെ കുറിച്ചോ ബോഡി അനാറ്റമിയെ കുറിച്ചോ അല്ല പറയുന്നത്. ദാറ്റ് ഓക്സിജൻ വാസ് വിത്ത് മീ ആൻഡ് ദാറ്റ് ഓക്സിജൻ ഈസ്
ക്യാഷ്. അനിൽ ബാലചന്ദ്രൻ അവിടെ പെട്ടതുകൊണ്ട് ക്രൗൺ പ്ലാസക്കാർ ഫ്രീ തന്നില്ല. അവിടുന്ന് ഒരു ബഹ്റൈൻ സ്വദേശിയുടെ വണ്ടിയിലാണ് ഞങ്ങൾ സൗദി ബോർഡർ കടക്കുന്നത്. അവിടെ അദ്ദേഹത്തിന് കൊടുക്കേണ്ട വന്നത് ക്യാഷ്. വെറുതെ അവിടെ സ്വീകരിക്കത്തില്ല. ഞങ്ങൾ ഇത്ര വലിയ ടേൺ ഓവർ ഉള്ള കമ്പനിയാണ്, ഞങ്ങളുടെ പ്രോഫിറ്റ് ഇതാ ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നും കാണിച്ചിട്ട് അവിടെ കാര്യമില്ല. അവിടെ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അയാൾക്ക് കാശ് കൊടുക്കണം. അവിടെ നിന്ന് അടുത്ത വണ്ടിയെ കയറിയിട്ട് നമ്മൾ UAE ബോർഡറിൽ ഇറങ്ങുന്നു. ആ വണ്ടിക്കാരനും കോഴിക്കോടുകാരനാ, ഷംനാസിനും കൊടുക്കേണ്ടത് ക്യാഷ് തന്നെയാണ്. അവിടെയും നിനക്ക് ഓർമ്മയില്ലയോ തന്നെ, മറ്റേ കാലിക്കറ്റ്, അതൊക്കെ ഓർമ്മയുണ്ട് സാറേ. കാശിട്. ആ UAE ബോർഡറിൽ നിന്ന് നമ്മളെ UAEക്ക് അകത്തേക്ക് കടത്തുന്ന ആ സൗദി പൗരനും കൊടുക്കേണ്ടത് ക്യാഷ് തന്നെയാണ്. ആ ബോർഡർ കടന്നിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി അല്ല ഒരു പമ്പിൽ കയറിയിട്ട് കുടിക്കാനുള്ള വെള്ളവും ബിസ്ക്കറ്റും മേടിക്കുമ്പോൾ അവിടെയും കൊടുക്കേണ്ടത് ക്യാഷ് തന്നെയാണ്. അവിടെ നിന്ന് അടുത്ത വണ്ടിയെടുത്ത് ദുബൈയിലെ വീട്ടിൽ വന്ന് കയറുമ്പോൾ ആ വണ്ടിക്കാരനും കൊടുക്കേണ്ടത് ക്യാഷ് തന്നെ. റവന്യൂ മീൻസ് നത്തിങ്, പ്രോഫിറ്റ് മീൻസ് നത്തിങ്. ക്യാഷ് ഇസ് ദ റിയൽ ഓക്സിജൻ. ഒന്ന് ശ്വാസം എടുത്തേ. ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്. ഇതാണല്ലോ നമ്മളുടെ ജീവൻ നിലനിർത്തുന്നത് അല്ലെ. ഈ ഇൻ ഔട്ട് ഈ ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തേക്ക് പോകുന്നു. ഇത് എത്ര നാളുണ്ടോ അത്രയും നാൾ നമ്മൾ ജീവനോടെയുണ്ട്. ഇതെപ്പോ 3 മിനിറ്റിലത്തേക്ക് നിൽക്കുന്നോ അപ്പൊ നമ്മൾ തീരുന്നു, അപ്പൊ നമ്മളുടെ ജീവൻ അവസാനിക്കുന്നു. എന്ന് പറയുന്ന പോലെ ബിസിനസ്സിന് ഇങ്ങനെ ഒരു ഇൻടേക്ക് ഉണ്ടെങ്കിൽ, ഒരു രീതിയിൽ ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ബിസിനസ്സിൽ നടക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പേരാണ് ക്യാഷ് ഫ്ലോ. ക്യാഷ് അകത്തേക്ക് വരുന്നു, ക്യാഷ് പുറത്തേക്ക് പോകുന്നു. അകത്തേക്ക് വരുന്നു, പുറത്തേക്ക് പോകുന്നു. അകത്തേക്ക് വരുന്നു, പുറത്തേക്ക് പോകുന്നു. നമ്മൾ എങ്ങനെയാണോ ശ്വസിക്കുന്നത് അതേപോലെ തന്നെയാണ് ബിസിനസ് ശ്വസിക്കുന്നത്. ബിസിനസ് അകത്തേക്കും പുറത്തേക്കും എടുത്തു വിടുന്നത് ക്യാഷ് ആണ് എന്ന് മാത്രം. അപ്പോ 2 രീതിയിൽ ഈ ക്യാഷിനെ നമുക്ക് തരംതിരിക്കാം. ഒന്ന് ക്യാഷ് ഇൻ, 2 ക്യാഷ് ഔട്ട്. ക്യാഷ് ഇൻ ആൻഡ് ക്യാഷ് ഔട്ട്. അകത്തേക്ക് എടുത്തേ, ക്യാഷ് ഇൻ. പുറത്തേക്ക് വിട്ടേ, ക്യാഷ് ഔട്ട്. ക്യാഷ് ഇൻ, ക്യാഷ് ഔട്ട്. ക്യാഷ് ഇൻ, ക്യാഷ് ഔട്ട്. ദിസ് ഈസ് ലൈഫ്. ദിസ് ഈസ് ബിസിനസ് ലൈഫ്. പ്രോഫിറ്റ് കേവലം പേപ്പറിൽ എഴുതി വെക്കുന്ന ഒരു കഥ മാത്രമാണ്. ക്യാഷ് ഈസ് ദ ഓൺലി റിയാലിറ്റി. ക്യാഷ് ഈസ് ദ ഓൺലി റിയാലിറ്റി. സോ ഇതിനെ മൂന്നിനെയും 3ആയി കാണാൻ പഠിക്കണം. ഒന്ന് റവന്യൂ, 2 പ്രോഫിറ്റ്, 3 ക്യാഷ്. റവന്യൂ, പ്രോഫിറ്റ് ആൻഡ് ക്യാഷ്. ബേസിക്കായി മനസ്സിലാക്കേണ്ട കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. റവന്യൂ മീൻസ് നമ്മളുടെ വരുമാനം, നമ്മൾ എടുക്കുന്ന ടേൺ ഓവർ എന്ന് പറയും റവന്യൂ. മനസ്സിലാക്കേണ്ട കാര്യം റവന്യൂ നോട്ട് ഈക്വൽ ടു പ്രോഫിറ്റ്. വരുമാനം ലാഭമല്ല. ആൻഡ് പ്രോഫിറ്റ് നോട്ട് ഈക്വൽ ടു ക്യാഷ്. പേപ്പറിൽ ലാഭമുണ്ട് എന്നതിൻ്റെ അർത്ഥം കയ്യിൽ കാശുണ്ടാകണം എന്നല്ല. സോ റവന്യൂ ഈസ് നോട്ട് ഈക്വൽ ടു പ്രോഫിറ്റ് ആൻഡ് പ്രോഫിറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ക്യാഷ്. ഇതാണ് ഒരു ബിസിനസിന്റെ അടിത്തറ. ഈ ഫൗണ്ടേഷൻ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ
നിങ്ങൾ പിന്നെ ഒരിക്കലും നിങ്ങളുടെ ബിസിനസ്സിനെ വിലയിരുത്താൻ നിങ്ങളുടെ റവന്യൂ നോക്കില്ല. നിങ്ങളുടെ ബിസിനസിന്റെ സ്റ്റാറ്റസ് നോക്കാൻ പ്രോഫിറ്റ് നോക്കില്ല. യു വിൽ ഓൺലി ലുക്ക് അറ്റ് യുവർ ക്യാഷ്. റവന്യൂ ഇസ് ജസ്റ്റ് ഈഗോ. റവന്യൂ ഇസ് ജസ്റ്റ് ആൻ ഈഗോ. ആൻഡ് പ്രോഫിറ്റ് ഈസ് ജസ്റ്റ് എ സ്റ്റോറി. പ്രോഫിറ്റ് ഒരു കഥ മാത്രമാണ്. ക്യാഷ് ഇസ് ദ ഓൺലി റിയാലിറ്റി. ക്യാഷ് ഇസ് ദ ഓൺലി റിയാലിറ്റി. ഇപ്പൊ ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞ് ഇരിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ. 2024 മുതൽ ഞാൻ കിങ്സ് ക്ലബിലും പുറത്തും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് റിസർവ് ഫണ്ട്. നിങ്ങളുടെ ബിസിനസിന്റെ അകത്തെ നിങ്ങളുടെ ചെലവ്, ഓപ്പറേഷണൽ കോസ്റ്റ്, അതെത്രയാണോ അതിന്റെ 3 മാസത്തെ റിസർവ് എങ്കിലും ഉണ്ടാക്കി വെക്കണം എന്ന് കഴിഞ്ഞ 3 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു മാസത്തെ ഓപ്പറേഷണൽ കോസ്റ്റ് എത്രയാണോ അതിന്റെ 3 മാസത്തേക്കുള്ളത് എങ്കിലും റിസർവ് ആയിട്ട് വെക്കണം എന്ന്. എന്തിനാണത്? നമുക്കറിയാം, മംഗലാപുരത്ത് ഒരു അപകടം ഉണ്ടായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മംഗലാപുരം എയർപോർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ടേബിൾ ടോപ്പ് എയർപോർട്ടാണ്. ടേബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുന്ന്, അതിന്റെ ടോപ്പ് വെട്ടി നിരപ്പാക്കി എടുത്തിരിക്കുന്ന ഒരു പ്രദേശം, അതിനെ എയർപോർട്ടാക്കിയിരിക്കുക. അവിടെ സംഭവിച്ചത്, അന്ന് രാത്രി 6 മണിക്ക് വന്നിറങ്ങിയ ഫ്ലൈറ്റിന് സംഭവിച്ചത്, ഇത് റൺവേ ആണ്. ഈ റൺവേയിൽ എന്താ, ഈ ഫ്ലൈറ്റ് വരുന്നു. ഫ്ലൈറ്റ് വാസ് സപ്പോസ് ടു ലാൻഡ് ഹിയർ. ഇവിടെയാണ് ഇത് ടച്ച് ചെയ്യേണ്ട പോയിന്റ്. ഇവിടെ ടച്ച് ചെയ്യുന്നതിന് പകരം ഇത് കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങി ഇവിടെയാണ് ടച്ച് ചെയ്തത്. ഇവിടെ ടച്ച് ചെയ്താലുള്ള ഗുണം, ഇതിങ്ങനെ ഓടി വരുന്നു, അതിന്റെ സ്പീഡ് കുറഞ്ഞിട്ട് ഇതിന്റെ പാർക്കിംഗ് സ്ലോട്ട് എവിടെയാണോ അവിടേക്ക് പോയി ആ ഫ്ലൈറ്റ് പാർക്ക് ചെയ്യും. പക്ഷെ ഇവിടെ ഇറങ്ങേണ്ട ഫ്ലൈറ്റ് അവിടെ ഇറങ്ങുന്നതിന് പകരം ഇവിടെ ഇറങ്ങിയപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇതിന്റെ റൺവേ പെട്ടെന്ന് തീർന്നു പോയി. അതിന്റെ സ്പീഡ് നിലനിർത്താൻ, അല്ലെങ്കിൽ ആ സ്പീഡ് തീരുന്നതിന് മുന്നേ റോഡ് തീർന്നു പോയി. റോഡ് തീർന്നിട്ട് ഈ ഫ്ലൈറ്റ് ആ മതിലിൽ ഇടിച്ച് താഴേക്ക് വീഴുകയും പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. എന്റെ ചോദ്യം നിങ്ങളുടെ അടുത്താണ്. നമ്മളിങ്ങനെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് പ്രതിസന്ധി ഉണ്ടാവുന്നത്. നമുക്കറിയില്ല, അൺഎക്സ്പെക്റ്റഡ് ആണ്. പെട്ടെന്ന് ഉണ്ടാകുന്ന സമയത്ത് എവിടെയാണ് ഈ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നത് അല്ലെങ്കിൽ കുത്തി നിർത്തേണ്ടി വരുന്നതെന്ന് നമുക്കറിയില്ല. എന്റെ ചോദ്യം, എന്തായാലും ഇപ്പൊ ഫ്ലൈറ്റ് താഴെ വന്നു. എത്ര നാൾ മുന്നോട്ട് ഓടാനുള്ള റൺവേ നിങ്ങൾ പണിഞ്ഞിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. റൺവേ, ഈ ഫ്ലൈറ്റിന് സുഖമായി 3 മാസം ഓടാനുള്ള റൺവേ പണിഞ്ഞിട്ടിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ റിസർവ് ഫണ്ടിന്റെ കാര്യത്തിൽ നിങ്ങളോട് ഞാൻ ചോദിച്ചിരുന്നത്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് യുവർ റവന്യൂ, നത്തിങ് ടു ഡു വിത്ത് യുവർ പ്രോഫിറ്റ്. ആ റൺവേ വേണമെങ്കിൽ യു ഷുഡ് ഹാവ് ടു ഹാവ് ക്യാഷ് വിത്ത് യു. ക്യാഷ് ഉണ്ടായേ പറ്റൂ. സോ ഈ റൺവേ പണിഞ്ഞിട്ടിട്ടില്ലാത്തവരോട് ഒന്നേ പറയാനുള്ളൂ, നല്ല നമസ്കാരം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളോട്. ഇനി നിങ്ങളോടൊന്നും പറയാനും ഇല്ല എനിക്ക്. നിങ്ങൾ ഇപ്പോഴും ചൂത് കളിക്കുകയാണ്. നിങ്ങൾ ബിസിനസ്സുകാരല്ല. യു ആർ നോട്ട് എ സിഇഒ. സിഇഒ ഈസ് റെസ്പോൺസിബിലിറ്റി. ഇറ്റ്സ് റെസ്പോൺസിബിലിറ്റി. അത് വെച്ചിട്ടില്ലാത്തവരോട് ഒന്നും പറയാനില്ല. നിങ്ങളുടെ റൺവേ അവസാനിച്ചിരിക്കുന്നു. ഈ ഫ്ലൈറ്റ് കൂപ്പുകുത്തുക തന്നെ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അറിയാതെ ചെയ്യുന്ന തെറ്റിനെ നമുക്ക് വിളിക്കാം മിസ്റ്റേക്ക്, ഒരു അബദ്ധം പറ്റിയത്.
അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന മിസ്റ്റേക്ക് അബദ്ധമല്ല, ഇറ്റ് ഈസ് എ ക്രൈം. അത് ശിക്ഷാർഹമായ കുറ്റം തന്നെയാണ്. ആ ശിക്ഷ നീ അനുഭവിക്കുക തന്നെ വേണം. ഒരു സിമ്പതിയും തോന്നുന്നില്ല കേട്ടോ, ഒരു സിമ്പതിയും തോന്നുന്നില്ല. അനുഭവിക്കുക തന്നെ വേണം. ചിലപ്പോ വന്നിടിച്ച് നിന്നേക്കാം, എങ്കിൽ ഭാഗ്യം. അല്ലെങ്കിൽ ചിലപ്പോ മറിഞ്ഞേക്കാം, കുഴപ്പമില്ല. പൊട്ടിത്തെറിക്കാതെ മാത്രം ഇരുന്നാ മതി, എങ്കിൽ ഭാഗ്യം. റവന്യൂ ഇല്ലാത്തത് കൊണ്ട് ഒരു ബിസിനസ്സും ഇന്ന് വരെ പൂട്ടിയിട്ടില്ല. പ്രോഫിറ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരു ബിസിനസ്സും ഇന്ന് വരെ തകർന്നിട്ടില്ല. ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. സോ ദ റിയൽ വാർ ഈസ് വിത്ത് യുവർ സൈക്കോളജി ഓഫ് ക്യാഷ്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഇപ്പൊ നടക്കുന്ന ഈ മേളിൽ നടക്കുന്ന യുദ്ധമില്ല, അതൊന്നും ഒരു യുദ്ധമേ അല്ല. ദ റിയൽ വാർ ഈസ് ദ വാർ ഇൻസൈഡ് യു, ദാറ്റ് സൈക്കോളജി ഓഫ് ക്യാഷ്. നിങ്ങൾ എങ്ങനെയാണ് ക്യാഷിനെ കാണുന്നത്? ഞാൻ വീണ്ടും പറയുന്നു, ക്യാഷ് ഈസ് കിങ്. ക്യാഷ് ഈസ് കിങ്. നിങ്ങൾ എത്ര പേർക്കറിയാം ഇന്ന് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള, നിങ്ങളുടെ കൈവശമുള്ള മുഴുവൻ ക്യാഷ് എത്രയുണ്ടെന്ന് കൃത്യമായി അറിയാവുന്ന എത്ര പേരുണ്ട്? റേസ് യുവർ ഹാൻഡ്. കൃത്യമായി ഇന്നത്തെ ക്യാഷിന്റെ തൽസ്ഥിതി അറിയാവുന്നവർ. ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2, അടുത്ത 7 ദിവസം എന്തൊക്കെ ക്യാഷ് ഔട്ട്? ക്യാഷ് ഔട്ട് മീൻസ് എക്സെയിൽ, അതായത് ആർക്കൊക്കെ കൊടുക്കാനുണ്ട് അടുത്ത 7 ദിവസം എന്ന് കൃത്യമായി അറിയാവുന്ന എത്ര പേരുണ്ട്? അടുത്ത 14 ദിവസം എത്ര രൂപ നിങ്ങൾക്ക് കിട്ടാനുണ്ട് എന്ന് കൃത്യമായി അറിയാവുന്ന എത്ര പേരുണ്ട്? ഇതിന് കൈവക്കാത്തവർ ബിസിനസ്സുകാരല്ല കേട്ടോ. ഒന്ന്, ഇന്നത്തെ നിങ്ങളുടെ സ്റ്റാറ്റസ്, ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ കയ്യിൽ എത്ര ക്യാഷ് ബാലൻസ് ഉണ്ട്. 2, ഈ അടുത്ത 7 ദിവസം ഞാൻ ആർക്കൊക്കെ കൊടുക്കാനുണ്ട്. 3, അടുത്ത 14 ദിവസം ആരൊക്കെ എനിക്ക് തരാനുണ്ട്. ഇതറിയില്ല എങ്കിൽ യു ആർ നോട്ട് എ ബിസിനസ് മാൻ, യു ആർ ഗാംബ്ലിംഗ്, യു ആർ നോട്ട് എ സിഇഒ, യു ആർ നോട്ട് റെസ്പോൺസിബിൾ. സോ വാർ ടൈമിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്: ഡെയിലി ക്യാഷ് ട്രാക്കിംഗ്. ഡെയിലി ക്യാഷ് ട്രാക്കിംഗ്, വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ഇറ്റ് ഈസ് എ നോൺ നെഗോഷ്യബിൾ തിങ്. ഡെയിലി ക്യാഷ് പൊസിഷൻ ട്രാക്കിംഗ്. ക്യാഷ് പൊസിഷൻ ട്രാക്കിംഗ് വെറും 5 മിനിറ്റ് മതി ഒരു ദിവസം. പക്ഷെ ഇന്നു മുതൽ രാവിലെ 9 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ 5 മിനിറ്റ് ഉണ്ടായിരിക്കണം. എൻ്റെ ജീവിതം മാറ്റിമറിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്നിട്ടുള്ള ആ 5 മിനിറ്റ്, ദാറ്റ് റിച്വൽ 5 മിനിറ്റ്സ്, ആ പവിത്രമായ 5 മിനിറ്റ്, ഡെയിലി 5 മിനിറ്റ് ഫോർ ഡെയിലി ക്യാഷ് പൊസിഷൻ ട്രാക്കിംഗ്. ആ സമയത്ത് നോക്കുന്ന ഒന്നാമത്തെ കാര്യം, ഇന്ന് രാവിലെ ആ 9 മണിക്ക് വാട്ട് ഈസ് ദ ഓപ്പണിംഗ് ക്യാഷ്? വാട്ട് ഈസ് ഓപ്പണിംഗ് ക്യാഷ്? ഈ 9 മണിക്ക് നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട് ഇൻ ഡിഫറെന്റ് അക്കൗണ്ട്സ്? അത് നമ്മുടെ നിയന്ത്രണത്തിൽ ഉള്ള ക്യാഷ് എത്രയാണ്? ഓപ്പണിംഗ് ക്യാഷ്. എവരി ഡേ മോർണിംഗ് 9 മണിക്ക് എടുക്കേണ്ട ആദ്യത്തെ റിപ്പോർട്ട് അതാണ്. ഇതാണ് ആദ്യത്തെ നമ്പർ. രണ്ടാമത്തെ നമ്പർ നമുക്ക് വേണ്ടത് ക്യാഷ് ഇൻ ടുഡേ. ഇന്ന് വരും എന്നുറപ്പുള്ള ക്യാഷ് എത്രയാണ്? അതിൽ കളക്ഷൻസ് വരാം, സെയിൽസിൽ നിന്നുള്ള വരുമാനം വരാം, എന്തെങ്കിലും നമുക്ക് റീഫണ്ടോ എന്തെങ്കിലും കിട്ടാനായിട്ടുണ്ടെങ്കിൽ ഇന്ന് എത്ര ക്യാഷ് നമ്മളിലേക്ക് വരും? ക്യാഷ് ഇൻ ടുഡേ. ഇതാണ് രണ്ടാമത്തെ കണക്ക്.
ഇപ്പൊ ഡെയിലി ക്യാഷ് പൊസിഷൻ അനാലിസിസ് ആണ്, ട്രാക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന്, ഓപ്പണിംഗ് ക്യാഷ് എത്രയാണ്. രണ്ട്, ഇന്നത്തെ ക്യാഷ് ഇൻ ടുഡേ എത്രയാണ്. രണ്ട്, ഇതെന്താണ്, ഇൻഹെയിൽ. അടുത്തത് എക്സ്ഹെയിൽ. അതെന്താണ്, ക്യാഷ് ഔട്ട് ടുഡേ. ഇന്ന് എത്രയാണ് പുറത്തേക്ക് പോകാനുള്ള ക്യാഷ്. ലൈക്ക് സാലറി ആവാം, റെന്റ് ആവാം, സപ്ലയർക്ക് കൊടുക്കാനുള്ളതാകാം, EMI ആകാം, അഡ്വർടൈസ്മെന്റ് സ്പെൻഡ് ആകാം, വെൻഡർ പേയ്മെന്റ് ആകാം, whatever. വൈകിട്ട് സ്ഥാപനം ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വരണം നാലാമത്തത്, അതാണ് ക്ലോസിംഗ് ക്യാഷ്. ഈ ക്ലോസിംഗ് ക്യാഷ് ആണ് നാളത്തെ ഓപ്പണിംഗ് ക്യാഷ്. നമ്പർ 5, നെക്സ്റ്റ് 7 days കമ്മിറ്റഡ് പേയ്മെന്റ്സ്. അടുത്ത 7 ദിവസത്തേക്ക് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന പേയ്മെന്റുകളുടെ കണക്ക് എത്ര രൂപയാണ് അടുത്ത 7 ദിവസത്തേക്ക് നമുക്ക് ക്യാഷ് വേണ്ടത്. നമ്പർ 6, നെക്സ്റ്റ് 14 days expected receipt. എത്രയാണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ക്യാഷ് ഇൻ. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എവറി ഡേ നമ്മുടെ കയ്യിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കണം. അതിന്റെ പേരാണ് നമ്പർ 7. അതിന്റെ പേരാണ് റെഡ് ഫ്ലാഗ്. റെഡ് ഫ്ലാഗ് കൗണ്ട്. റെഡ് ഫ്ലാഗ് കൗണ്ട്. നമുക്ക് കോൺഫിഡൻസോടുകൂടി നമുക്ക് ഉറപ്പിച്ച് 100% ഉറപ്പിച്ച് കിട്ടാനുള്ളതാണ് അടുത്ത 14 ദിവസം. പക്ഷെ കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത ആ പേയ്മെന്റുകൾ ഏതൊക്കെ, അതാണ് റെഡ് ഫ്ലാഗ് കൗണ്ട്. കിട്ടാനുള്ളതാണ് പക്ഷെ കിട്ടും എന്ന് അത്ര ഉറപ്പില്ലാത്ത ആ റെഡ് ഫ്ലാഗ് ഏതൊക്കെയാണ്. ഉറപ്പുള്ളത് ഗ്രീൻ ഫ്ലാഗ്, ഉറപ്പില്ലാത്ത റെഡ് ഫ്ലാഗ് കൗണ്ട് ഏതൊക്കെ. എവറി ഡേ മോർണിംഗ് 9 മണിക്ക് നമ്മുടെ വാട്സപ്പിൽ ഈ 7 കണക്കെത്തിയിരിക്കണം. മേക്ക് ഇറ്റ് എ പ്രിൻസിപ്പിൾ. എൻ്റെ ഒരു ബിസിനസ് ഉള്ള ദിവസം ആയിക്കോട്ടെ, അതായത് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഓൺ സൺഡേ, എനിക്കിത് നിർബന്ധമാണ്. എൻ്റെ അക്കൗണ്ടന്റ് ഒരു ദിവസം എന്നോട് പറയുകയാണ്, ഞാൻ സാറേ ഒരു 5 ദിവസത്തേക്ക് ഞാൻ ഹസ്ബൻഡും കൂടെ ജോർജിയയിൽ പോകും. എവിടെ വേണേലും പോയിക്കോ, നോ പ്രോബ്ലം. എനിക്ക് രാവിലെയും വൈകിട്ടുള്ള റിപ്പോർട്ട് അത് ഞാൻ ചെയ്തേക്കാം സാർ, മതി. വീക്കിലി അല്ലേ, ഇത് ഡെയിലി ട്രാക്കിംഗ് സിസ്റ്റത്തിന്റെ കാര്യമാണ്. ഈ 7 നമ്പേഴ്സ് എവറി ഡേ. ഒന്ന്, ഓപ്പണിംഗ് ക്യാഷ്. 2, ക്യാഷ് ഇൻ ടുഡേ, ഇന്നത്തെ എത്ര വരും. 2, ക്യാഷ് ഔട്ട് ടുഡേ, ഇന്ന് എത്ര പുറത്തേക്ക് പോകും. 4, ക്ലോസിംഗ് ക്യാഷ്. 5, നെക്സ്റ്റ് 7 days കമ്മിറ്റഡ് പേയ്മെന്റ്സ്, ഞാൻ ആർക്കൊക്കെ അടുത്ത 7 ദിവസത്തേക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 14 days എക്സ്പെക്റ്റഡ് റെസീപ്റ്റ് ആൻഡ് റെഡ് ഫ്ലാഗ്. ഇതിലേതൊക്കെയാണ് കിട്ടാൻ എന്തെങ്കിലും രീതിയിൽ റിസ്ക് ഉള്ളത്. ഈ ട്രാക്കിംഗ് നിങ്ങൾ വീക്കിലി ആണ് ചെയ്യുന്നതെങ്കിൽ യു ആർ ഓൾറെഡി ലേറ്റ്. ഇഫ് യു ആർ ട്രാക്കിംഗ് ദിസ് വീക്ക്ലി യു ആർ ഓൾറെഡി ലേറ്റ്. So create a WhatsApp rule for yourself. Every day 9 AM ഇത് കിട്ടിയിരിക്കണം. ഇതിന്ന് അക്കൗണ്ടന്റിനോട് കൃത്യമായി പറഞ്ഞേക്കണം. ഇതിന് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് ഉണ്ടാക്കിക്കോ, റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കി. ഞാനൊന്നുമില്ല, എനിക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഞാനൊരു ഫ്രെയിം വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് എമൗണ്ട് മാത്രമാക്കി എനിക്ക് തിരിച്ചു തരിക, അത്രേ ഉള്ളൂ. ഒന്നുമില്ല, സിമ്പിൾ. ആ നമ്പർ നമുക്ക് കാണണം. ഇതാണ് ഡെയിലി ക്യാഷ് പൊസിഷൻ ട്രാക്കിംഗ്. ഇതൊരു ദിവസം നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ യു ആർ ഡൺ. മിഥുൻ പറവൻ, എന്താണ് ഡെയിലി ക്യാഷ് പൊസിഷൻ ട്രാക്കിംഗ്? സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമുക്ക് മന്ത്ലി ഇവാലുവേറ്റ് ചെയ്യുന്നതിനുണ്ടാവും, വീക്ക്ലി ഇവാലുവേറ്റ് ചെയ്യുന്നതിനുണ്ടാവും. ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡെയിലി ക്യാഷ് ട്രാക്കിംഗ് ആണ്.
അത് നമ്മൾ നോൺ നെഗോഷ്യബിൾ ആയിട്ട് ഡെയിലി ചെയ്യുക. അപ്പോൾ അതിൻ്റെ അത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഓപ്പണിംഗ് ക്യാഷ്. അതായത് ആ 9 മണിയാണെങ്കിൽ ആ 9 മണി ടൈമിൽ നമുക്ക് ക്യാഷ് ഉണ്ടാവും, ഡിഫറെൻറ്റ് അക്കൗണ്ട്സിൽ എമൗണ്ട് ഉണ്ടാവും. അത് മൊത്തം നോക്കിയിട്ട് നമുക്ക് കറന്റ് ഇപ്പോൾ എത്ര നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള അതാണ് ഫസ്റ്റ് വാല്യൂ, ഓപ്പണിംഗ് ക്യാഷ്. പിന്നെ ക്യാഷ് ഇൻ ടുഡേ, അന്ന് ഇങ്ങോട്ട് വരാനുള്ള എമൗണ്ട്. അതായത് ഇന്നാണ് നോക്കുന്നെങ്കിൽ ഇന്ന് എത്ര എമൗണ്ട് നമുക്ക് റിസീവ് ചെയ്യാനുണ്ട്, ഇന്ന് എത്ര എമൗണ്ട് നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്, അതാണ് ക്യാഷ് ഇൻ ടുഡേ. ദെൻ ക്യാഷ് ഔട്ട് ടുഡേ, ഇന്ന് നമുക്ക് എത്ര പേയ്മെന്റ്സ് ചെയ്യാനുണ്ട്, അതിനകത്ത് ഡിഫറൻസ് വരാം. നമുക്ക് സാലറി ചിലപ്പോൾ കൊടുക്കാനുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വെൻഡേഴ്സിന് പേയ്മെന്റ് കൊടുക്കാനുണ്ടാവാം, whatever. അപ്പോൾ ആ കൊടുക്കാനുള്ള എമൗണ്ട് ആണ് ക്യാഷ് ഔട്ട് ടുഡേ. ദെൻ ക്ലോസിംഗ് ക്യാഷ്, ഈവനിങ്ങിൽ നമുക്ക് എത്ര അന്ന് ഈവനിങ്ങിൽ ഓഫീസ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ക്യാഷ് ഉണ്ടാവാം, ഡിഫറെന്റ് അക്കൗണ്ട്സിൽ ഉണ്ടാവാം, എല്ലാം കൂടി കൂട്ടിയിട്ട് ലാസ്റ്റ് നമുക്ക് കറന്റ് എത്ര ഉണ്ട്, അതാണ് ക്യാഷ്, ക്ലോസിംഗ് ക്യാഷ്. പിന്നെ വേണ്ടത് അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് 7 ഡേയ്സിലെ കമ്മിറ്റഡ് പേയ്മെന്റ്സ്. അതായത് നമുക്ക് അടുത്ത 7 ഡേയ്സിൽ നമുക്ക് എവിടെയൊക്കെ പേയ്മെന്റ് ചെയ്യാനുണ്ട്, അതായത് നമുക്ക് ആർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട്, അടുത്ത 7 ദിവസം കൊണ്ട് നമ്മൾ ആർക്കൊക്കെ പൈസ കൊടുത്ത് തീർക്കാനുണ്ട്, അല്ലെങ്കിൽ ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, എന്തൊക്കെ കൊടുക്കാനുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ആണ് അഞ്ചാമത്തെ പോയിന്റ്. നെക്സ്റ്റ് 7 ഡേയ്സിൽ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി കമ്മിറ്റ് ചെയ്തിട്ടുള്ള പേയ്മെന്റ്സ്. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് 14 ഡേയ്സിൽ നമുക്ക് റിസീവ് ചെയ്യാനുള്ളത്. നമ്മൾ ചിലപ്പോൾ ഓൾറെഡി കൊടുത്ത സർവീസിന്റെ ആയിരിക്കാം, whatever it is, നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള പേയ്മെന്റ്, അടുത്ത 14 ദിവസം കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള പേയ്മെന്റ്സ്. ഇതാണ് ആറാമത്തെ പോയിന്റ്. ഏഴാമത്തെ പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, റെഡ് ഫ്ലാഗ് കൗണ്ട്. അതായത് നമുക്ക് ഈ നെക്സ്റ്റ് ഡേയ്സിൽ, നെക്സ്റ്റ് 7 ഡേയ്സിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള എമൗണ്ട് കിട്ടില്ല. 14 ഡേയ്സ് ആണ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് 14 ഡേയ്സിൽ നമുക്ക് കിട്ടാൻ ഉള്ള എമൗണ്ട് കിട്ടില്ല, അല്ലെങ്കിൽ അതിലൊരു റിസ്ക് ഉണ്ട്, അത് നമുക്ക് റിസീവ് ആവില്ല എന്ന് തോന്നുന്ന ക്യാഷിന്റെ കൗണ്ടിനെയാണ് റെഡ് ഫ്ലാഗ് കൗണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് ഏഴാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. സോ ഇതാണ് നമ്മുടെ ഡെയിലി ട്രാക്കിംഗ് സിസ്റ്റത്തിൽ ഉണ്ടാവേണ്ട 7 പോയിന്റ്സ്. വെരി ഗുഡ്, താങ്ക്സ്. സോ ക്യാഷ് പൊസിഷൻ ട്രാക്കിംഗ്, അതാണ് പ്രതിസന്ധി ഘട്ടത്തിൽ ഏറ്റവും ആദ്യം എടുക്കേണ്ട, ഒരു കമാൻഡർ എടുക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. അതാണ് ഡെയിലി ക്യാഷ് പൊസിഷൻ ട്രാക്കിംഗ്. ഇതാണ് നമ്മളുടെ ജീവശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിന്റെ. അത് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് സഫോക്കേഷൻ ഉണ്ടാവും, ശ്വാസം മുട്ടലുണ്ടാകും. ഓക്കെ, അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ക്യാഷ് ഇൻ കുറവാണ്, പക്ഷെ ക്യാഷ് ഔട്ട് ഭയങ്കരമായിട്ട്, അതായത് അകത്തേക്ക് എടുക്കുന്ന ശ്വാസം ആകെ നിൽക്കുന്നത് 5 സെക്കൻഡ്, പക്ഷെ പുറത്തേക്ക് പോകുന്നത് 50 സെക്കൻഡ്, വിച്ച് മീൻസ് എക്സ്പെൻസ് ഭയങ്കര കൂടുതൽ, ഇൻടേക്ക് കുറവ്. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? സഫോക്കേഷൻ, ശ്വാസം മുട്ടലുണ്ടാവും, ശ്വാസ തടസ്സം നേരിടും. നമ്മൾ എപ്പോഴാണ് ഈ കടം മേടിക്കുന്നത്, ലോൺ എടുക്കുന്നതൊക്കെ എന്താണെന്നറിയോ? എപ്പോൾ നമ്മുടെ ബിസിനസ്സിന് ശ്വാസം മുട്ടുന്നോ അപ്പോ വെക്കുന്ന ഓക്സിജൻ മാസ്ക് ആണ് സത്യത്തിൽ ഈ പറയുന്ന ഡെപ്റ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന ലോൺ. അതും അല്ലെങ്കിൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നു, അത് നമ്മൾ ഇടുന്നതായിക്കോട്ടെ. ഇപ്പം നമ്മൾ വിചാരിക്കും ഞാൻ ബിസിനസ് ഓണർ അല്ലേ, എന്റെ കാശല്ലേ ഞാൻ അങ്ങോട്ട് ഇട്ടത് ഈ മാസം സാലറി കൊടുക്കാൻ. അതെന്താണ്? എക്സ്റ്റേണൽ ആയിട്ട് ബിസിനസ്സിന് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് ആ ഓക്സിജൻ മാസ്ക് അല്ലെങ്കിൽ ആ സിലിണ്ടർ കടിപ്പിച്ച് അങ്ങോട്ട് വെച്ചു കൊടുക്കുക. ആ സിലിണ്ടർ അത് നമ്മളുടേതാകാം, അത് ബാങ്കിന്റെ ആകാം, മറ്റൊരു പാർട്ട്ണറെ ആകാം, അതൊരു ഇൻവെസ്റ്ററുടെ ആകാം, കടം മേടിച്ച പലിശക്കാരന്റെ ആവാം, എന്തുവാകാം. സോ ഒരു എക്സ്റ്റേണൽ മാസ്ക് ഇല്ലാതെ എൻ്റെ ബിസിനസ്സിന് ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇല്ലെങ്കിൽ എങ്ങനെ ഇതിനെ ഈ മാസ്ക് ഇല്ലാതെ ശ്വസിക്കാൻ പഠിപ്പിക്കാം എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അതാണ് ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഈ അകത്തേക്ക് എടുക്കുന്നതിനേക്കാൾ കുറവായിരിക്കണം പുറത്തേക്ക് വിടുന്നത്. അകത്തേക്ക് എടുക്കുന്നതിനേക്കാൾ കൂടുതലാണ് പുറത്തേക്ക് വിടുന്നത് എങ്കിൽ നിങ്ങൾക്ക് ശ്വാസം മുട്ടലുണ്ടാവും, ശ്വാസ തടസ്സം നേരിടും. അകത്തേക്ക് എടുക്കുന്നത് കൂടിയാലും പ്രശ്നമാണ്. ആ എടുക്കുന്നതിനെ കൃത്യമായി അലോക്കേറ്റ് ചെയ്യാൻ, ആ വരുന്ന ആ അകത്തേക്ക് എടുത്തു പുറത്തേക്ക് വിടുന്നു, ഇതിന്റെ അകത്ത് ബാക്കി നിൽക്കുന്നതിനെയാണല്ലോ ലാഭം എന്ന് പറയുന്നത്. ആ ലാഭത്തെ കൃത്യമായി ഏതൊക്കെ സ്ഥലങ്ങളിൽ എത്തിക്കണോ അത് എത്തിച്ചില്ല എങ്കിൽ അവിടെയും നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ഈ ശ്വാസം എടുത്ത് വിടുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ ബിസിനസ്സിലെ ക്യാഷ് ഇൻ ആൻഡ് ക്യാഷ് ഔട്ട്. ക്യാഷ് ഇൻ
and cash out, and how you manage the balance. അതാണ് നമ്പർ 1 ആദ്യം നോക്കേണ്ടത്. പ്രതിസന്ധി ഘട്ടത്തിൽ നോക്കേണ്ട ഒരു കമാൻഡർ നോക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, യു ഹാവ് ടു സെപ്പറേറ്റ് യുവർ ഫിക്സഡ് വേഴ്സസ് വേരിയബിൾ എക്സ്പെൻസ്. സെപ്പറേറ്റ് ഫിക്സഡ് വേഴ്സസ് വേരിയബിൾ എക്സ്പെൻസ്. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഫിക്സഡ് കോസ്റ്റ് എന്തൊക്കെയാണ്? റെന്റ്, സാലറി, EMI, ഇൻഷുറൻസ്, ഇതൊക്കെ ഫിക്സഡ് കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ്, ഡെലിവറി, റോ മെറ്റീരിയൽസ്, കമ്മീഷൻ, ഇൻസെന്റീവ്, പാക്കേജിംഗ്, ഇതൊക്കെ വേരിയബിൾ കോസ്റ്റ്. അപ്പോ in crisis, try to convert your fixed into variable expense. ഫിക്സഡ് എക്സ്പെൻസുകളെ എങ്ങനെ വേരിയബിൾ ആക്കി മാറ്റാം, എവിടൊക്കെ മാറ്റാൻ പറ്റും എന്ന് നോക്കണം. അപ്പോ ഈ വേരിയബിളിനെ നമ്മൾ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് വേരിയബിൾ കോസ്റ്റ്, രണ്ട് സെമി വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ സെമി വേരിയബിൾ കോസ്റ്റ് ആണ് നമ്മുടെ കോൺട്രാക്ടേഴ്സ്, നമ്മുടെ പ്രൊജക്ട് ടീം, അല്ലെങ്കിൽ നമ്മുടെ ആഡ്, മാർക്കറ്റിംഗ് സ്പെൻഡ്, കോക്ക, നമ്മുടെ യൂട്ടിലിറ്റി ബില്ലുകൾ, ഇതൊക്കെയാണ് സെമി വേരിയബിൾ. വേണമെങ്കിൽ കുറയ്ക്കാം എന്നുള്ളത്. ഫിക്സഡ് എന്താണ്? ഒരു കാരണവശാലും കുറയ്ക്കാൻ പറ്റില്ല. സെമി വേരിയബിൾ എന്താ? വേണമെങ്കിൽ കുറയ്ക്കാം. അതാണ് സെമി വേരിയബിൾ. വേരിയബിൾ എന്താണ്? പൂർണ്ണമായിട്ടും നമുക്ക് വേണ്ടെങ്കിൽ മാറ്റി നിർത്താം. അതാണ് സെമി വേരിയബിൾ കോസ്റ്റ്. അപ്പോ ഡ്യൂറിങ് ക്രൈസിസ്, ഒരു വാർ സിറ്റുവേഷനിൽ ഒരു കമാൻഡറായിട്ട് CEO മാറുന്ന സമയത്ത് അടുത്തത് എടുക്കുക. ആദ്യം നമ്മൾ നോക്കിയത് നമ്മളുടെ ക്യാഷ്, രണ്ടാമത് നോക്കേണ്ടത് നമ്മുടെ എക്സെയിലാണ്. നമ്മൾ എടുക്കുക ക്യാഷ് ഔട്ട്, അതെടുത്തിട്ട് നോക്കുകയാണ് എന്തൊക്കെയാണ് എൻ്റെ എക്സ്പെൻസുകൾ. അത് കൃത്യമായി നോക്കുന്നു. അതിൽ ഡ്യൂറിങ് വാർ ടൈം എങ്ങനെ എൻ്റെ ഫിക്സഡ് കോസ്റ്റുകളെ ഒന്നുകിൽ വേരിയബിളോ അല്ലെ സെമി വേരിയബിളോ ആയിട്ടോ കൺവേർട്ട് ചെയ്യാം, എവിടൊക്കെ പോസിബിൾ ആണോ അവിടെയൊക്കെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളത്. ലൈക്ക് നമ്മളുടെ ഒരു ഓഫീസ് ടീം ഓഫീസിൽ വന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ AC, അതുപോലെ തന്നെ ഇവർ യൂസ് ചെയ്യുന്ന വണ്ടികളുടെ മറ്റെല്ലാ എക്സ്പെൻസുകളും നമ്മൾ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് പകരം നമ്മൾ ആ ഒരാഴ്ചത്തേക്ക് അല്ലെ 2 ആഴ്ചത്തേക്ക് അവർക്ക് വർക്ക് ഫ്രം ഹോം കൊടുക്കുകയാണ്. ഇപ്പം എന്തുണ്ടായി? പല ഫിക്സഡ് കോസ്റ്റിനെയും നമുക്ക് വേരിയബിൾ ഓർ സെമി വേരിയബിൾ ആയിട്ട്, നമുക്ക് ഇന്ന് കറണ്ട് ബില്ലില്ല, നമുക്ക് പെട്രോൾ അലവൻസ് ഇല്ല, മറ്റ് ചെലവുകളൊക്കെ കുറച്ചുകൊണ്ട് അവരെ നമുക്ക് സെമി വേരിയബിളിലേക്ക് ഈ ഒരു ക്രൈസിസ് പീരീഡിൽ നമുക്ക് മാറ്റാം. ഇനി അതല്ല, ഒരു ഹൈ സാലറി കൊടുത്തോണ്ടിരിക്കുന്ന ഒരാൾ, ഇയാളെ നമുക്ക് വേണമെങ്കിൽ പെർഫോമൻസ് ബേസിലേക്ക് മാറ്റാനുള്ള ഒരു സമയം കൂടിയാണിത്. ഫിക്സഡ് കോസ്റ്റ് ആണ് അവർക്ക് വരുന്നത്. സോ അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഓഫീസ് എക്സ്പെൻസ് ഇതൊരു ഹൈ കോസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇതൊരു ഹൈബ്രിഡ് ആയിട്ടോ അല്ലെങ്കിൽ റിമോട്ട് ആയിട്ടോ അവരെ വർക്ക് ചെയ്യിപ്പിക്കാം നമ്മൾ നോക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. സോ ഏതൊക്കെ എക്സ്പെൻസുകളെ വേരിയബിൾ, ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്നും പറയുന്നത്, ദയവ് ചെയ്ത് ഫിക്സഡ് എക്സ്പെൻസ് കൂട്ടരുത് എന്ന്. ഫിക്സഡ് എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ വണ്ടി എടുക്കുന്നതോ അല്ലെങ്കിൽ ലോൺ എടുത്ത് വീട് വെക്കുന്നതിനെയൊക്കെ ഞാൻ എതിർക്കുന്നതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഫിക്സഡ് എക്സ്പെൻസാ. കാരണം EMI ഇറ്റ് കംസ് അണ്ടർ ഫിക്സഡ് എക്സ്പെൻസ്. നമുക്കറിയില്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ, നിങ്ങൾ വിചാരിക്കും ഇങ്ങേരെന്തോ ഈ പറയുന്നത്, ബാങ്ക് ഇത്രയും മില്യൺ ദറംസ് നമുക്ക് ലോൺ തരാനായിട്ട് നിൽക്കുന്നു, ഇങ്ങേര് പറയാണ് എടുക്കണ്ട എന്ന്. എന്തുകൊണ്ട് പറഞ്ഞു? ഇതിനി എന്ന് നേരെയാകും? ഇതിനി എന്ന് തീരും? ആർക്കറിയാം?
ഇത് തീർന്നില്ലെങ്കിലോ, ഇൻകം ഇൻഫ്ലോ ഇല്ല, പക്ഷേ പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. ഒന്ന് ശ്വാസം വിട്ടോണ്ടിരുന്നേ, അകത്തേക്ക് എടുക്കരുത്, എക്സൈൽ മാത്രം ചെയ്തേ. എത്ര നേരം പറ്റും? എത്ര നേരം പറ്റും? എന്താണ് ഈ റിസർവ് ഫണ്ട്? ഇൻഹേൽ ചെയ്യാൻ ഇപ്പം നാച്ചുറലി എടുക്കാൻ പറ്റുന്നില്ല, കിട്ടുന്നില്ല, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പൊ ഈ മാസ്ക് എടുത്ത് അങ്ങോട്ട് വെക്കുകയാണ്. അപ്പൊ എന്താ? ഇതാണ് റിസർവ് ഫണ്ട്. സോ ഒന്ന്, ക്യാഷ് പൊസിഷൻ ട്രാക്ക് ചെയ്യുക. രണ്ട്, എക്സ്പെൻസുകളെ കൃത്യമായി ട്രാക്ക് ചെയ്യുക. ഒരു കമാൻഡോ ഓഫീസർ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, ട്രാക്ക് യുവർ എക്സ്പെൻസസ്. അതിനെ സ്പ്ലിറ്റ് ചെയ്യുക, ഫിക്സഡ്, വേരിയബിൾ ആൻഡ് സെമി വേരിയബിൾ. ക്ലിയർ? ഇനി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മൾ ഇവിടെ നോക്കണം, ഒരു റേഷ്യോ നോക്കിയിട്ടായിരിക്കണം. അതിന്റെ പേരാണ് എമർജൻസി റിസർവ് റേഷ്യോ. എമർജൻസി റിസർവ് റേഷ്യോ നോക്കിയിട്ടായിരിക്കണം എല്ലാ ഡിസിഷൻസും ഇന്നു മുതൽ നമ്മൾ എടുക്കുന്നത്. ഡ്യൂറിങ് വാർ ടൈം, ഡ്യൂറിങ് ക്രൈസിസ്, എമർജൻസി റിസർവ് റേഷ്യോ which is equal to cash reserve divided by monthly fixed cost. Cash reserve divided by monthly fixed cost. അതാണ് എമർജൻസി റിസർവ് റേഷ്യോ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ക്യാഷ് റിസർവ്, ഇപ്പൊ നിങ്ങളുടെ ക്യാഷ് ബാലൻസ് നിങ്ങൾ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്യാഷ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഈ അടുത്ത 7 ദിവസം കൊടുക്കാനുള്ളതൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് നിങ്ങളുടെ ഈ റിസർവ് ഫണ്ട് എന്ന് പറയുന്നത്. ആ റിസർവ്, ലെറ്റ്സ് സേ അതൊരു 10 ലക്ഷം രൂപയുണ്ട് എന്നിരിക്കട്ടെ. 10 ലക്ഷം. നിങ്ങളുടെ മന്ത്ലി ഫിക്സഡ് കോസ്റ്റ്, മന്ത്ലി ഫിക്സഡ് എക്സ്പെൻസ്, ഒരു മാസം നിങ്ങളുടെ ഫിക്സഡ് എക്സ്പെൻസ് 10 ലക്ഷം രൂപയാണ് എന്നിരിക്കട്ടെ. എങ്കിൽ 10 ലക്ഷം ഡിവൈഡഡ് ബൈ 10 ലക്ഷം വിച്ച് ഈസ് 1. ഈ ക്യാഷ് റിസർവ് ഡിവൈഡഡ് ബൈ നിങ്ങളുടെ ഫിക്സഡ് കോസ്റ്റ്, ഇത് ഒരു 0 to 1 ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, ഒരു മാസം അല്ലെങ്കിൽ അതിന് താഴെ മാത്രമേ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഈസ് ഇൻ critical condition and is in ICU. You are in a critical condition. ഈ പറഞ്ഞ റേഷ്യോ 1 താഴെയാണ് എങ്കിൽ നിങ്ങൾ ICUയിലാണ്. ഈ കിട്ടുന്ന നമ്പർ ഇത് ഒരു 1 നും 3 ഇടയ്ക്കാണ് എങ്കിൽ സ്റ്റിൽ യു ആർ ഇൻ ഡേഞ്ചർ സോൺ. കാരണം 1 തൊട്ട് 3 മാസം വരെ പിടിച്ചു നിൽക്കാൻ പറ്റും. 1 to 3 months ആണ് നിങ്ങൾക്ക് ആ നമ്പർ കിട്ടുന്നതെങ്കിൽ യു മസ്റ്റ് സ്റ്റെബിലൈസ് നൗ. ആവശ്യമില്ലാത്ത എല്ലാ എക്സ്പെൻസുകളും കട്ട് ചെയ്യണം. സോ പറഞ്ഞു വരുന്ന ഇതാണ്, ആ പറഞ്ഞ എമർജൻസി ക്രിട്ടിക്കൽ റേഷ്യോ അത് 0 to 1 month ആണ് എങ്കിൽ ഉറപ്പിച്ചു യു ആർ ഇൻ ICU. 1 to 3 months ആണ് എങ്കിൽ 1 to 3 months ആണ് എങ്കിൽ സ്റ്റിൽ യു ആർ ഇൻ ഡേഞ്ചർ സോൺ. ചെയ്യേണ്ടത് നിങ്ങൾ സ്റ്റെബിലൈസ് ചെയ്യുക. മറ്റേത് വെന്റിലേറ്ററിലാണ് ഓൾറെഡി, ഇത് ICUയിൽ എത്തിയതേ ഉള്ളൂ. കുഴപ്പമില്ല, എന്നാലും അഡ്മിറ്റഡാ. ആ നമ്പർ ഇഫ് ഇറ്റ് ഈസ് 3 to 6 months ഓർ 3 to 6 months ആണ് എങ്കിൽ യു ആർ സ്ട്രോങ്. ഒന്നും ചെയ്യണ്ട, ഇപ്പൊ എന്താണോ അതങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾ ചെയ്യരുത്. ജസ്റ്റ് വെയിറ്റ്. വെയിറ്റിംഗ് ഈസ് നോട്ട് വേസ്റ്റിംഗ്. ഇവരോടാ പറയാനുള്ളത്. ഫോർ യു വെയിറ്റിംഗ് ഈസ് നോട്ട് വേസ്റ്റിംഗ്. ജസ്റ്റ് വെയിറ്റ്. ഇനി ഈ പറഞ്ഞ നമ്പർ നിങ്ങളുടെ ക്യാഷ് റിസർവ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് കോസ്റ്റ്,
ആർക്കൊക്കെ 6+ കിട്ടുന്നുണ്ടോ, 6 മാസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ റേഷ്യോ, എമർജൻസി റേഷ്യോ കിട്ടുന്നുണ്ടോ, നിങ്ങളാണ് ഈ യുദ്ധത്തിൽ, ഈ പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ വേട്ട നടത്താൻ പോകുന്നത്. യു ആർ ദ പ്രഡേറ്റർ. ഇവരൊക്കെ ഇരകളാണ്, ഈ യുദ്ധത്തിന്റെ ഇരകളാണ് ഇവരൊക്കെ. ആർക്കൊക്കെ ഇത് 6+ മന്ത്സ് ഉണ്ടോ, നിങ്ങളാണ് ഇതിൽ നേട്ടം കൊയ്യാൻ പോകുന്നത്. ഈ യുദ്ധം നിങ്ങൾക്ക് അനുകൂലമാണ്, നിങ്ങൾക്ക് അനുഗ്രഹമാണ്. കാരണം യു ക്യാൻ അക്വയർ, യു ക്യാൻ എക്സ്പാൻഡ് വൈൽ അതേഴ്സ് ഗെറ്റ് പാനിക്. റിസർവ് ക്യാഷ് ഡിവൈഡഡ് ബൈ ഫിക്സഡ് കോസ്റ്റ്, അത് 6 months+ ആരുടെയൊക്കെ കയ്യിലുണ്ടോ ആ നമ്പേഴ്സ് കൃത്യമായി ആർക്കൊക്കെ 6 months+ വരുന്നുണ്ടോ സന്തോഷിക്കുക. കാരണം യു ആർ എ പ്രഡേറ്റർ. എന്റെ അർത്ഥം കയ്യിൽ നിന്ന് കാശെടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ട് ഇപ്പൊ അങ്ങോട്ട് പ്രഡേറ്റർ ആകാം, അത് വേറെ. ഞാൻ ബിസിനസിന്റെ അകത്ത് ക്യാഷ് പൊസിഷനെ കുറിച്ചാണ് പറയുന്നത്. മറ്റേതെന്തായി? മറ്റേത് വീണ്ടും നിങ്ങൾ എക്സ്റ്റേണൽ ഓക്സിജൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതല്ല പ്രഡേറ്റർ സോൺ. ഇവന്മാരൊക്കെ പാനിക് ആകുമ്പോൾ ഇതാണ് നമുക്കുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി, ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി. ഇതിനാണ് എന്നും 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 നിങ്ങളുടെ അടുത്ത് എമർജൻസി ഫണ്ടിനെ കുറിച്ചും ക്യാഷ് റിസർവിനെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിപ്പം 3 കാര്യങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. 1 ക്യാഷ് പൊസിഷൻ ട്രാക്കിംഗ്, 2 എക്സ്പെൻസ് ട്രാക്കിംഗ്, 3 നമ്മളുടെ എമർജൻസി റിസർവ്. ഇതിലെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ് ആക്ച്വലി ക്യാഷ് കൺട്രോളിങ്. ക്യാഷ് കൺട്രോൾ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് മെയിൻലി 3 ലിവറാണ് ഉള്ളത്. 3 ലിവർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ക്യാഷ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾക്ക് നമ്മുടെ ക്യാഷ് പൊസിഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ 3 ലിവർ പരമാവധി ഉപയോഗിക്കാം. ലിവർ നമ്പർ 1, ഒന്നാമത്തെ ലിവർ, ആക്സിലറേറ്റ് ക്യാഷ് ഇൻ. എന്താ ക്യാഷ് ഇൻ? പരമാവധി. നമ്മളിപ്പം നമുക്കറിയാം, നമ്മൾ വെള്ളത്തിലോട്ട് വീഴാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കളിയൊക്കെ കളിക്കാറുണ്ട് അല്ലേ? എന്ത് ചെയ്യും? നമ്മൾ കുറേ നേരം ഇങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു വെക്കും. എന്തിനു വേണ്ടിയിട്ടാ? കുറെ നേരത്തേക്ക് ഇനി നമ്മൾ എക്സോസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കുറെ നേരത്തേക്ക് ഇനി നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ നമ്മളൊരു ഡീപ് ബ്രീത്ത് എടുക്കും അല്ലെ? എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ക്യാഷ് ഇൻ ആക്സിലറേറ്റ് ചെയ്യുക. കാരണം നമുക്കറിയാം മുന്നോട്ടേക്ക് പ്രതിസന്ധി ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. മാർക്കറ്റ് സ്റ്റക്കാകാൻ പോവുകയാണ്, ക്യാഷ് ഫ്ലോ കുറയാൻ പോവുകയാണ്, ആകെ പ്രശ്നമാകാൻ പോവുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഒന്നാമത്തത് ആക്സിലറേറ്റ് ക്യാഷ് ഇൻ. കളക്ഷൻസിലും അപ്ഫ്രണ്ട് പേയ്മെന്റിലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സോ ഒന്നാമത്തെ ലിവർ ഇതാണ്, ആക്സിലറേറ്റ് ക്യാഷ് ഇൻ. എങ്ങനൊക്കെ ക്യാഷ് കളക്ട് ചെയ്യാവോ അങ്ങനെയൊക്കെ ചെയ്യുക. അതിന് ഒരു മാർഗമാണ് ഇൻസെന്റിവൈസ് ഏർലി പേയ്മെന്റ്. അപ്ഫ്രണ്ട് പേയ്മെന്റ് ആണെങ്കിൽ 2% അല്ലെ 5% ഡിസ്കൗണ്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്ഫ്രണ്ട് പേയ്മെന്റ് കിട്ടും എന്നുണ്ടെങ്കിൽ 2, 3, 5% ഡിസ്കൗണ്ട് കൊടുത്താലും കുഴപ്പമില്ല എന്ന്. അതുപോലെ തന്നെ പേയ്മെന്റ് പെൻഡിങ് വരുന്നുണ്ട് എങ്കിൽ സ്റ്റോപ്പ് ദ സർവീസ്. കാരണം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങോട്ടൊന്നും കിട്ടുന്നുമില്ല. സ്റ്റോപ്പ് ദ പ്രൊജക്ട്. പരമാവധി അപ്ഫ്രണ്ട് പേയ്മെന്റുകളിലേക്ക് എത്തിക്കുക. ക്യാഷ് ഓൺ ഡെലിവറി മാറ്റി പ്രീപെയ്ഡിലേക്ക് മാറുക. അങ്ങനെയാണ് ക്യാഷ് ഇൻ ആക്സിലറേറ്റ് ചെയ്യുന്നത്.
ബണ്ടിലാക്കി ഓഫറുകൾ സെറ്റ് ചെയ്യുക. ഓൺലി ഫോർ അപ്ഫ്രണ്ട് പേയ്മെന്റ്. അപ്ഫ്രണ്ട് പേയ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് പരമാവധി മാറ്റുക. അതാണ് ലിവർ നമ്പർ 1. ആക്സിലറേറ്റ് ക്യാഷ് ഇൻ. എങ്ങനെയൊക്കെ മാക്സിമം ക്യാഷ് അപ്ഫ്രണ്ട് കൊണ്ടുവരാൻ പറ്റും. അത് പെൻഡിങ് എമൗണ്ട് ഉള്ളവർക്കും നമുക്ക് എന്ത് കൊടുക്കാം? ഇന്ന് നമ്മളൊരു ഓഫർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാറേ, ഇന്ന് വൈകിട്ട് 5 മണി വരെ ഒരു ഓഫർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 5 മണിക്കുള്ളിൽ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ തരാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെന്റ് ഇല്ലേ, അതിൻ്റെ അകത്ത് ഇത്ര % ഡിസ്കൗണ്ട് കമ്പനി ഓഫർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ്, കമ്മിങ് ഡേയ്സിന് വേണ്ടി പ്രിപ്പയർഡ് ആകാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് ഒരു അവസരമാണ്, പരമാവധി ഇത് ഉപയോഗിച്ച സാറേ. നിങ്ങൾ നോക്കിക്കോ, വരും ദിവസങ്ങളിൽ നിങ്ങളുടെ സപ്ലൈസ് നിങ്ങളുടെ അടുത്ത് ഈ കളിയായിട്ട് വരും. സോ ഇമ്മീഡിയറ്റ് ക്ലോഷറിന് നമ്മൾ റിവാർഡ് ചെയ്യുന്നു. അത് ഡിസ്കൗണ്ട് കൊടുത്തിട്ടാകാം, സെറ്റിൽമെന്റ് എമൗണ്ട് ആകാം, 1 ടൈം സെറ്റിൽമെന്റ്, ഒറ്റ തവണ തീർപ്പാക്കൽ അതാവാം. പക്ഷേ ജസ്റ്റ് ഗെറ്റ് റെഡി ഫോർ ദാറ്റ് ക്യാഷ് ഇൻ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കളക്ഷൻ കോളുകളുടെ എണ്ണം കുറയ്ക്കുകയാണ് എങ്കിൽ ഉറപ്പിച്ചു, യു ആർ ഗോയിങ് ടു കൊളാപ്സ്. കളക്ഷൻ കോളുകളായിരിക്കണം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കളക്ഷൻ കോൾസ്. സോ ഇന്ന് പോയി മുഴുവൻ ഔട്ട്സ്റ്റാൻഡിങ് എടുക്കുക, കസ്റ്റമൈസ് ചെയ്ത് ഡിസ്കൗണ്ട് കൊടുക്കുക, 1 ഡേ 1 ടൈം സെറ്റിൽമെന്റ്. ഒരു ടൈം ഫിക്സ് ചെയ്യുക, അവരെ കൃത്യമായി ഇൻഫോം ചെയ്യുക. ഇന്ന് വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് ഈ ഓഫർ എടുക്കാനുള്ള ടൈമുണ്ട്. ഗോ ഹെഡ്. രണ്ടാമത്തെ ലിവർ, സ്ലോ ഡൗൺ ക്യാഷ് ഔട്ട്. സ്ലോ ഡൗൺ ക്യാഷ് ഔട്ട്. വെൻഡേഴ്സിന്റെ പേയ്മെന്റ് അത് റീസ്ട്രക്ചർ ചെയ്യുക. നിങ്ങൾ വെൻഡേഴ്സിന് പേയ്മെന്റ് നേരത്തെ കൊടുത്തോണ്ടിരുന്ന ആ ഫോർമാറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ സ്പ്ലിറ്റ് ഇറ്റ് നൗ. നിങ്ങൾ അവരോട് പറയാണ്, ഓക്കെ, നമ്മളെ ആ ഔട്ട്സ്റ്റാൻഡിങ് കിടക്കുന്ന 100,000 ഇല്ലേ, അത് നമ്മളൊരു 3 ചെക്കായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തേക്കണം കേട്ടോ. ഞാൻ താണ്ട് ഇപ്പൊ തന്നെ ഫസ്റ്റ് പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ബാക്കി 2 ചെക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അറിയാലോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാ വെൻഡേഴ്സും കേൾക്കും. അല്ലാതെ കൈ കാശിരിക്കുന്നെന്നും പറഞ്ഞിട്ട് വാർ ടൈമിൽ എടുത്ത് കൊടുക്കാനുള്ളവർക്ക് കൊടുത്തിട്ട് നല്ലവനായ ഉണ്ണി ചമയേണ്ട ഒരാവശ്യമില്ല. സീരിയസ്ലി, നിങ്ങൾ ഈ കൊടുക്കാനുള്ളവർക്ക് നേരത്തെ കൊടുക്കുന്ന ശീലമുള്ളവരുണ്ടല്ലോ ഇവിടെ, ഓക്കെ, ഞാനും അങ്ങനെയായിരുന്നു. ഞാനും വിചാരിച്ചു വെച്ചിരുന്നത് അത് ഇന്നസെൻസ് ആണ് എന്നുള്ളതാണ്. ഓ, സത്യസന്ധൻ, നല്ലവനാ, അയാൾ കൊള്ളാം കേട്ടോ, അയാൾക്ക് ധൈര്യത്തെ കൊടുക്കാം, കാരണം അയാൾ അപ്ഫ്രണ്ട് കാശ് തരും. ഇറ്റ് ഈസ് നോട്ട് ഇന്നസെൻസ്. അറിവില്ലായ്മ. ക്യാഷ് ഫ്ലോ എന്താണെന്ന്, ബിസിനസ് എന്താണെന്നും അറിയാത്തത് കൊണ്ടാണ് അങ്ങോട്ട് വിളിച്ച് കാശ് കൊടുക്കുക. ബിസിനസ് അറിയാവുന്നവൻ അങ്ങനെ ചെയ്യത്തില്ല. They will never pay before time. എന്നാണോ കൊടുക്കാനുള്ളത് അന്ന് കൃത്യമായിട്ട് കൊടുക്കും. അതിനൊരു ദിവസം മുന്നെയോ അതിനൊരു ദിവസം ശേഷമോ കൊടുക്കാൻ പാടില്ല. ഓൺ ടൈം പേയ്മെന്റ് അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. സോ സ്ലോ ഡൗൺ ക്യാഷ് ഔട്ട്. ഇതൊരു അവസരമാണ് കേട്ടോ. ഈ ക്രൈസിസ് തീരുന്നിടം വരെ യു ഹാവ് ഓൾ ദ റൈറ്റ് ടു നെഗോഷിയേറ്റ് ഫോർ റെന്റ്. നിങ്ങളുടെ റെന്റ് നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ഒരു ടെമ്പററി റിഡക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആവശ്യപ്പെടാം. ഓക്കെ, നിങ്ങൾക്കറിയാലോ ഈ മാസം ഒന്നും നടന്നിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴേ പറയണം. അല്ലാതെ മാർച്ച് എൻഡിൽ ചെന്ന് പറയുമ്പോൾ കാര്യമില്ല. ഇപ്പം മാർച്ച് തുടക്കമാണ്, ഇപ്പോഴാണ് എല്ലാവരുടെയും തലയിൽ ഇത് കിടക്കുക. ഇപ്പം നിങ്ങളുടെ ടെനന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓണറെ വിളിച്ചിട്ട് പറയുകയാണ്, ഓക്കെ, അറിയാലോ ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ട്, അതുകൊണ്ട് ഈ മാസം നമ്മുടെ റെന്റ് ഒന്ന് വേവ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഈ മാസം ഒന്ന് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ സിറ്റുവേഷനിൽ ചോദിച്ചാൽ അത് നടക്കും. ഏപ്രിൽ തുടക്കം
റെന്റ് കൊടുക്കേണ്ട ദിവസം ചെന്നിട്ട് ഇത് കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് അന്നേരത്തെ സാഹചര്യം വേറെ ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് 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 സംസാരിക്കണം. അതുപോലെ തന്നെ നോൺ ക്രിറ്റിക്കലായിട്ടുള്ള എല്ലാ എക്സ്പാൻഷൻ പരിപാടികളും നിർത്തിയേക്കണം. എല്ലാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സും നിർത്തിയിരിക്കണം. നോൺ ക്രിറ്റിക്കൽ ക്യാപെക്സ് കുറയ്ക്കുക, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിലേ ചെയ്യുക. സോ നമ്മുടെ വെൻഡേഴ്സിന് നമ്മൾ മെസ്സേജ് അയക്കുക, വെൻഡേഴ്സുമായിട്ട് സംസാരിക്കുക. ഞങ്ങൾക്ക് ഇത് ലോങ് റണ്ണിൽ കൊണ്ടുപോകണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഫോർ ദ നെക്സ്റ്റ് 60 days അല്ലെങ്കിൽ നെക്സ്റ്റ് ഇത്ര ആഴ്ച ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ദ ഫ്രണ്ട് സ്പ്ലിറ്റ് പേയ്മെന്റിന്റെ ചെക്ക് കൊടുത്തു വിടുന്നുണ്ട്. ഫസ്റ്റ് പേയ്മെന്റും കൊടുത്തു. അവൻ ആ ഫസ്റ്റ് പേയ്മെന്റ് അവന്റെ ഏറ്റവും വലിയ ശ്വാസം എടുക്കാനുള്ളതാണ്. അത് കൊടുത്താൽ അടുത്ത 2 പേയ്മെന്റിന് നല്ല ഗ്യാപ്പ് കിട്ടും. നമ്മളിവിടെ എന്താ പറയുന്നത്? ഐ വിൽ കമ്മിറ്റ് ദ ഡേറ്റ്, ജസ്റ്റ് ഗിവ് മീ സം ബ്രീത്തിങ് റൂം. ഞാൻ ഒന്ന് ശ്വാസം വിട്ടോട്ടെ. അതിനു വേണ്ടിയിട്ടാണ്. കാരണം ശ്വാസം നിലച്ചു പോയാൽ നിങ്ങൾക്ക് എന്നെ പോലെ നല്ലൊരു കസ്റ്റമർ ഇല്ലാതെയാവും, എൻ്റെ ബിസിനസ് ഇല്ലാതെയാവും. നിങ്ങൾ മനസ്സിലാക്കുക, റീനെഗോസിയേഷൻ ഈസ് നോട്ട് എ വീക്ക്നെസ്, ഇറ്റ് ഈസ് ലീഡർഷിപ്പ്. റീനെഗോസിയേഷൻ ഒരു വീക്ക്നെസ് ആയി കാണരുത്, അതിന്റെ പേരാണ് ലീഡർഷിപ്പ്. യു മസ്റ്റ് റീനെഗോഷിയേറ്റ് ചെയ്യുക. അതിന്റെ പേരാണ് ലീഡർഷിപ്പ്. ലിവർ നമ്പർ 3, ബേൺ ഔട്ട് റെഡ്യൂസ് ചെയ്യുക. റെഡ്യൂസ് ബേൺ ഔട്ട്. കട്ട് കോസ്റ്റ് ചെയ്യുക. ആവശ്യമില്ലാത്ത ഈഗോ സ്പെൻഡിങ് കുറയ്ക്കുക. ലൈക്ക് ലക്ഷറി ഓഫീസ്, വലിയ ബ്രാൻഡുകളുടെ പിന്നാലെ പോകുന്നത്, അൺനെസസറി ട്രാവൽ ഒഴിവാക്കുക, അൺനെസസറി പർച്ചേസ് ഒഴിവാക്കുക, നോൺ പെർഫോമിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റുകൾ എത്രയും പെട്ടെന്ന് നിർത്തുക, എക്സസ് ആയിട്ടുള്ള ഇൻവെന്ററി വെറുതെ സ്റ്റോക്ക് ചെയ്യാതെ അത് കൊടുത്തൊഴിവാക്കാൻ നോക്കുക, നമ്മുടെ നോൺ പെർഫോമിംഗ് ആയിട്ടുള്ള SKUs അല്ലെങ്കിൽ സർവീസുകൾ ഒഴിവാക്കുക, നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാഫുകളെ, ആ റോളുകളെ ഒഴിവാക്കുക. ഇതൊക്കെയാണ് ബേൺ ഔട്ട്. ആവശ്യമില്ലാത്ത സബ്സ്ക്രിപ്ഷൻസ് വേണ്ടെന്ന് വെക്കുക. സോ ഒന്ന്, ആക്സിലറേറ്റ് ക്യാഷ് ഇൻ, പരമാവധി ആൻഡ് റെഡ്യൂസ് ക്യാഷ് ഔട്ട്. ഈ കത്തിച്ച് കളയുന്ന പരിപാടി നിർത്തുക. 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ അടുത്ത 72 hours you have to rescue your cash. അടുത്ത 72 hours is very critical. അവിടെ നമ്മൾ ക്യാഷ് റെസ്ക്യൂ പ്ലാൻ ഉണ്ടാക്കണം. 72 hours ക്യാഷ് റെസ്ക്യൂ പ്ലാൻ ഉണ്ടാക്കണം. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഒന്നാമത്തത്, ക്യാഷ് റെസ്ക്യൂ ചെയ്യാനുള്ള പ്ലാനാണ്, ആക്ടിവിറ്റിയാണ്. ടോപ്പ് 10 people ടു കളക്ട് ഫ്രം ദിസ് വീക്ക്. ആരിൽ നിന്നൊക്കെയാണോ പേയ്മെന്റ് കിട്ടാനുള്ള അവരുടെ ടോപ്പ് 10 ലിസ്റ്റ്. ഏറ്റവും കൂടുതൽ ക്യാഷ് തരാനുള്ള, ഏറ്റവും കൂടുതൽ പേയ്മെന്റ് തരാനുള്ള ആ ടോപ്പ് 10 പീപ്പിളിന്റെ കളക്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം. ആ ലിസ്റ്റ് ആദ്യം ഉണ്ടാക്കുക. 2, ടോപ്പ് 5 കോസ്റ്റ് ഏതൊക്കെ എന്ന് കണ്ടെത്തുക. അതിലേതൊക്കെ നമുക്ക് പൗസ് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക, ഏതൊക്കെ നിർത്തി വെക്കാൻ പറ്റും എന്ന്. ടോപ്പ് 5 കോസ്റ്റ് ടു പൗസ് ടുഡേ. ഇന്ന് നിർത്താൻ പറ്റുന്ന ടോപ്പ് 5 കോസ്റ്റുകൾ ഏതൊക്കെ എന്ന് നോക്കുക. 3ാമത്തെ ലിസ്റ്റ്, ടോപ്പ് 3 വെൻഡേഴ്സ്. നമ്മുടെ ടോപ്പ് 3 വെൻഡേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുക. എന്തിനു വേണ്ടി? ടു റീനെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ടോപ്പ് 3 വെൻഡേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുക. അപ്പം 72 hours ക്യാഷ് റെസ്ക്യൂ പ്ലാൻ ആണ്. ഒന്ന്,
നമുക്ക് തരാനുള്ള ടോപ്പ് 10ന്റെ ലിസ്റ്റ് എടുക്കുക, അവരെ കൃത്യമായി ക്യാഷ് കളക്ഷൻ കോളിലേക്ക് കൊണ്ടുവരിക. 2, ടോപ്പ് 5 കോസ്റ്റ് ഏതൊക്കെയാണ് നമ്മൾ പോസ് ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിക്കുക. 5 എക്സ്പെൻസ് കട്ട് ചെയ്തേ പറ്റൂ, അത് ഏതൊക്കെയെന്ന് നോക്കുക. 3, ടോപ്പ് 3 വെൻഡേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുക, അവരുമായിട്ട് റീനെഗോഷിയേറ്റ് ചെയ്യുക. 4 വെരി ഇമ്പോർട്ടൻറ്റ്, യു ഹാവ് ടു സെറ്റ് 1 ഓഫർ. യു ഹാവ് ടു സെറ്റ് 1 ഓഫർ, ഒരു പുതിയ ഓഫർ സെറ്റ് ചെയ്യുക. ടു സെൽ അപ് ഫ്രണ്ട് ഫോർ ക്യാഷ്. ഇമ്മീഡിയറ്റ് ആയിട്ട് അപ് ഫ്രണ്ട് ക്യാഷ് മേടിച്ച് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫർ സെറ്റ് ചെയ്യുക. ഇതാണ് 72 hours ക്യാഷ് റെസ്ക്യൂ പ്ലാൻ. ഈ 4 കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. 4ാമത്തെ ഒന്നുകൂടെ പറയാം. ഒരു 1 ഓഫർ ടു സെൽ ഫോർ അപ് ഫ്രണ്ട് ക്യാഷ്. അപ് ഫ്രണ്ട് ക്യാഷ് മേടിച്ച് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫർ. അതുണ്ടാക്കുന്ന ചിലപ്പോൾ നമ്മളുടെ വെയർഹൗസിൽ ഇരിക്കുന്ന സാധനങ്ങൾ നോക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അൺയൂസ്ഡ് റിസോഴ്സുകൾ നോക്കിയിട്ടായിരിക്കും. യു ഹാവ് ടു സെറ്റ് 1 ഓഫർ ടു സെൽ ഫോർ അപ് ഫ്രണ്ട് ക്യാഷ്. ഈ 4 കാര്യങ്ങൾ ഇന്ന് ചെയ്യണം. കളക്ട് ചെയ്യാനുള്ള ടോപ്പ് 10 ലിസ്റ്റ്, തൽക്കാലത്തേക്കാണെങ്കിൽ പോലും നിർത്തിവെക്കാനുള്ള ടോപ്പ് 5 കോസ്റ്റ്, റീനെഗോഷിയേറ്റ് ചെയ്യാനുള്ള ടോപ്പ് 3 വെൻഡേഴ്സ്, ആൻഡ് 1 ഓഫർ ടു സെൽ ഫോർ അപ് ഫ്രണ്ട് ക്യാഷ്. ക്രൈസിസ് സിറ്റുവേഷനിൽ യു ആർ നോട്ട് എ CEO, യു ആർ എ കമാൻഡർ. ഇത് ഇത്രയും സെറ്റ് ചെയ്തിട്ട് വന്നാൽ, ഇന്ന് രാവിലെ നമ്മൾ പഠിച്ച ഇത്രയും കാര്യങ്ങൾ, അത് നമ്മളുടെ ഡെയിലി ക്യാഷ് പൊസിഷനിങ് തൊട്ടായിക്കോട്ടെ, നമ്മളുടെ എക്സ്പെൻസുകളെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ആ കാൽക്കുലേഷൻ ആയിക്കോട്ടെ, നമ്മളുടെ എമർജൻസി റേഷ്യോ ആയിക്കോട്ടെ, അതിനുശേഷം നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന 3 ലിവേഴ്സ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഈ 72 hours ക്യാഷ് റെസ്ക്യൂ പ്ലാൻ ആയിക്കോട്ടെ, ഇത് ദീസ് ആർ നോട്ട് സ്ട്രാറ്റജീസ്. ഇത് കീഴടക്കാൻ, ഈ യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇറ്റ്സ് ജസ്റ്റ് ഫോർ സർവൈവൽ. സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി മാത്രമാണ് ഈ പഠിച്ചിരിക്കുന്നത്. ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഉറപ്പാണ് ഈ യുദ്ധം നിങ്ങളെയും കൊണ്ടേ പോകത്തുള്ളൂ. ഇപ്പം കേരളത്തിൽ ഇരിക്കുന്നവർ വിചാരിക്കും ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ലല്ലോ എന്ന്. കേരളത്തിന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സിനാണ് ഈ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ പ്രൊജക്റ്റുകളും നിൽക്കും, നിങ്ങളുടെ എല്ലാ വർക്കുകളും നിർത്തിവെക്കാൻ പറയും, നിങ്ങളുടെ എല്ലാം ചെലവ് കൂടും. നിങ്ങൾക്ക് ഇതുവരെ ഫ്രീ ആയിട്ട് ക്യാഷ് ഫ്ലോ ഇങ്ങനെ ഒഴുക്കി തന്നുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സ് ഇന്ന് തൊട്ട് ചവിട്ടാൻ തുടങ്ങും. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിനെയല്ല, കേരളത്തിനെയാണ്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. എന്റെ ബിസിനസ് ദുബൈയിലല്ലല്ലോ, എന്റെ ബിസിനസ് ദോഹയിലല്ലല്ലോ, എന്റെ ബിസിനസ് ബഹ്റിനിലല്ലല്ലോ, അതുകൊണ്ട് ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് ആരും ചിന്തിക്കേണ്ട. കേരളത്തിലാണോ ബിസിനസ് ചെയ്യുന്നത്, ഉറപ്പിച്ചു പണി വരുന്നുണ്ട് അവറാച്ച. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്യും. ബാക്കി നാളെ രാവിലെ 7:30 നമ്മുടെ കമാൻഡോ ഓപ്പറേഷൻ റീസ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇത് വാർ റൂമാണ്. വാർ റൂമിൽ പോയിരുന്ന് ചെയ്യേണ്ട പണിയാണ്. ഇത് ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ട പണിയല്ല, പിന്നിലിരിക്കണം. വാർ റൂമിൽ ഇരുന്ന് ചെയ്യേണ്ട പണി. ഓക്കെ, ഇത് ഇത്രയും സെറ്റ് ചെയ്തിട്ട് വാ. താങ്ക് യു.